പ്രവാസലോകത്തെ വാർത്തകൾ. ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് റെക്കോർഡിലെത്തി. നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഇത് മികച്ച അവസരം. ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് പിന്നെയും ഉയർന്നു. ഒരു UAE ദിർഹം 26 രൂപ 13 പൈസ എന്ന നിരക്കിലാണ് വിനിമയം നടക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. കുവൈറ്റ് ദിനാറിന് 311.22 രൂപയും ഒമാൻ റിയാലിന് 249.51 രൂപയും സൗദി റിയാലിന് 25.43 രൂപയുമാണ് നിലവിലെ വിനിമയ നിരക്ക്. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ തുക ലഭിക്കുമെന്നതിനാൽ പ്രവാസികളെ സംബന്ധിച്ച് ഇത് ആശ്വാസമാണ്. വരും ദിവസങ്ങളിലും ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റൈനിൽ ഡിജിറ്റൽ ബാങ്കിംഗ് തട്ടിപ്പുകൾക്കെതിരെ നിയമനിർമ്മാണത്തിന് നീക്കം. പുതിയ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബാങ്ക് കാർഡ് വിവരങ്ങൾ അനധികൃതമായി കൈവശം വയ്ക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും ജയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബിൽ ബഹ്റൈൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും ബാങ്കിംഗ് മേഖലയിലെ വിശ്വാസം സംരക്ഷിക്കാനുമാണ് പുതിയ നിർദ്ദേശം. രാജ്യത്ത് ഡിജിറ്റൽ ബാങ്കിംഗ് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ നടപടി ശക്തമാക്കുന്നത്. ബാങ്ക് കാർഡ് വിവരങ്ങളോ ഇലക്ട്രോണിക് പേയ്മെന്റ് ഡാറ്റയോ നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുകയോ മറ്റൊരാൾക്ക് കൈമാറുകയോ ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് MP ഡോക്ടർ അലി അൽ നുഐമി പാർലമെന്റിൽ അവതരിപ്പിച്ച നിർദ്ദേശത്തിൽ പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ക്രൈംസ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ഡിജിറ്റൽ പേയ്മെന്റ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് കുറഞ്ഞത് 6 മാസം തടവും പിഴയും നൽകണം. സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നാൽ കുറഞ്ഞത് 1 വർഷം തടവ് ശിക്ഷയും ഉറപ്പാക്കണം. ബാങ്ക് കാർഡ് നമ്പറുകൾ, രഹസ്യ പാസ്വേഡുകൾ, ഇലക്ട്രോണിക് പേയ്മെന്റ് വിവരങ്ങൾ തുടങ്ങിയ സെൻസിറ്റീവ് ഡാറ്റ അനധികൃതമായി പ്രചരിപ്പിക്കുന്നവർക്കും ഇതേ ശിക്ഷ ബാധകമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പാർലമെന്റിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഇപ്പോൾ വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ തൊഴിൽ കരാറുകൾ നിർബന്ധമായും രേഖാമൂലം വേണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള തൊഴിൽ കരാറുകൾ നിർബന്ധമായും രേഖാമൂലമുള്ളതാകണമെന്ന നിർദ്ദേശം. തൊഴിൽ കരാർ അറബിയിലായിരിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കരാറുകൾ 2 കോപ്പികളായി തയ്യാറാക്കേണ്ടതും തൊഴിലുടമയും തൊഴിലാളിയും ഓരോ കോപ്പി വീതം കൈവശം വയ്ക്കേണ്ടതുമാണ്. കരാറുകൾ മറ്റു ഭാഷകളിലും തയ്യാറാക്കാം. എന്നാൽ ഇതിനോടൊപ്പം അംഗീകൃതമായ ഒരു അറബി പതിപ്പ് കൂടി ഉണ്ടായിരിക്കണം. ഇരു കക്ഷികളും ഇതിൽ ഒപ്പിടേണ്ടതുണ്ട്. അറബി പതിപ്പിനും മറ്റു ഭാഷയിലുള്ള പതിപ്പിനും ഒരേ നിയമസാധുതയാണ് ഉണ്ടായിരിക്കുക. രേഖാമൂലമുള്ള കരാർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ പോലും നിയമപരമായി അംഗീകരിക്കപ്പെട്ട എല്ലാ തെളിവുകളും ഉപയോഗിച്ച് തങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തെളിയിക്കാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.